അതിൽ 3 പേരെയാണ് നമ്മൾ വിന്നേഴ്സായിട്ട് അനൗൺസ് ചെയ്യുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ മാർക്സ് ആണ്. ഓക്കെ, IBPS RRB എക്സാമിനേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് നടത്തിയപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ആ ഹാപ്പി ന്യൂസ് ആണ്. വീഡിയോയുടെ സ്റ്റാർട്ടിൽ തന്നെ ഹാപ്പി ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതെന്താണെന്ന് ഞാൻ പറയാം. ഈ ഒരു എക്സാമിനേഷൻ നടത്തിയിരുന്നപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള പാറ്റേൺ എന്താണോ, ഹൈലി അപ്ഡേറ്റഡ് പാറ്റേൺ എന്താണോ, ആ പാറ്റേണിൽ തന്നെയായിരിക്കും പരീക്ഷ നടക്കുന്നത്. പ്രിലിംസ് എക്സാമിനേഷൻ പാറ്റേണിൽ 3 in 1 ഒരു ബാച്ച് ഉണ്ട് നമുക്ക്. അതായത് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആയിട്ടുള്ള ബാങ്ക്, റെയിൽവേസ് ആൻഡ് SSCക്ക് ഇനി മുതൽ നിങ്ങൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം യു ഓൾ ടു എൻട്രി ബാങ്കിങ്. സോ ഒരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതെന്താണെന്നുള്ള കാര്യം ഞാൻ പറയാം. അതിനു മുൻപ് നിങ്ങൾ ഈ ബാങ്കിങ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബാങ്ക് എക്സാമിനേഷൻസിനൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന റിലേറ്റീവ്സോ ഫ്രണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാർച്ച് മന്തിൽ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. IBPS RRBയുടെ ഒരു മെഗാ സ്കോളർഷിപ്പ് ടെസ്റ്റ്. അതിൻ്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം ആരൊക്കെയാണ് ആ വിന്നേഴ്സ് എന്നുള്ള കാര്യം. ഓക്കെ, ലെറ്റ്സ് സീ. യെസ്, അതിൽ 3 പേരെയാണ് നമ്മൾ വിന്നേഴ്സായിട്ട് അനൗൺസ് ചെയ്യുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ മാർക്സ് ആണ്. ഓക്കെ, IBPS RRB എക്സാമിനേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഓൺലൈനായിട്ട് നടക്കുന്ന എക്സാമാണ്. നമ്മൾ ഓൺലൈൻ മോക്ക് ടെസ്റ്റ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ആൻഡ് 80 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ 40 എണ്ണം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും 40 റീസണിങ്ങുമാണ് വരുന്നത്. സോ അതിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്നത് റൂബിയാണ്. റൂബി സ്കോർ ചെയ്തിരിക്കുന്നത് 80ൽ 51.75 മാർക്സ് ആണ്. സെക്കൻഡ് പൊസിഷനിൽ ഇറ്റ്സ് അനഘ, 46 out of 80. ആൻഡ് തേർഡ് പൊസിഷനിൽ ജ്യോതി ലക്ഷ്മി, സ്കോർ 42.75 out of 80. മോഡറേറ്റ് ലെവലിലുള്ള ഒരു എക്സാമിനേഷൻ ആയിരുന്നു. അത്ര ഈസി ഒന്നും ആയിരുന്നില്ല. മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവൽ എക്സാമിനേഷൻ ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ വീഡിയോ കാണുന്നവരിൽ വിന്നേഴ്സായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഓക്കെ, ഞാൻ ഈ പറഞ്ഞ റൂബി, അനഘ, ജ്യോതി ലക്ഷ്മി ഇവർ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രോളിൽ കൂടെ പോകുന്ന നമ്പറിൽ വിളിച്ച് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതിയാവും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് വിന്നേഴ്സിന് നമ്മുടെ ബാങ്കിങ് നോർമൽ കോഴ്സ് നമ്മൾ ഫ്രീ ആയിട്ട് അൺലോക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. അതായത് നമ്മുടെ ആപ്ലിക്കേഷനിലുള്ള എല്ലാ വീഡിയോ ക്ലാസ്സസ് ആൻഡ് കോണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. 1 രൂപ പോലും പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ഫ്രീ ഓഫ് കോസ്റ്റ് ഇത്രയും ഹൈ ക്വാളിറ്റി കോണ്ടൻറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാന്നിട്ടാണ് ബാങ്കിങ്ങിൽ നമ്മുടെ എൻട്രി ആപ്പിൽ അത്രത്തോളം കോണ്ടൻറ്റ്സ് ആണുള്ളത്, ഹൈ ക്വാളിറ്റി കോണ്ടൻറ്റ്സ് ആണുള്ളത്. അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 1 രൂപ പോലും കൊടുക്കാതെ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. സോ ഈ നമ്പറിൽ കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിന്നേഴ്സിന് ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നോർമൽ കോഴ്സുകൾ അൺലോക്ക് ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം എക്സാമിനേഷൻ അല്ലെങ്കിൽ ഡ്രീം ജോബിനായിട്ട് 1 പൈസ പോലും കൊടുക്കാതെ പഠിക്കാം. ഓക്കെ, ആൻഡ് ഈ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് നടത്തിയപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ആ ഹാപ്പി ന്യൂസ് ആണ്. വീഡിയോയുടെ സ്റ്റാർട്ടിൽ തന്നെ ഹാപ്പി ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതെന്താണെന്ന് ഞാൻ പറയാം. ഈ ഒരു എക്സാമിനേഷൻ നടത്തിയിരുന്നപ്പോൾ നമുക്ക് എൻക്വയറീസ് വന്നായിരുന്നു. അതായത് എക്സാമിനേഷൻ മാർച്ച് 17-ാം തീയതിയാണ്. ആ ഒരു ഒറ്റ ദിവസം മാത്രമാണ് നമ്മൾ ഈ സ്കോളർഷിപ്പ് ടെസ്റ്റ് നടത്തുന്നത്. ആ എക്സാം കഴിഞ്ഞു. മാർച്ച് ഒരു ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോൾ ചോദിച്ചു തുടങ്ങുന്നുണ്ടായിരുന്നു, അതായത് ആ എക്സാം കഴിഞ്ഞോ, അയ്യോ കുറേ പേർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ജസ്റ്റ് 1 ഡേ ആണ് അതിൻ്റെ, നമ്മൾ ഇത്രയും സീരിയസ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമാണ്. 1 ദിവസം മാത്രമായിരുന്നു അത് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഒട്ടും വിഷമിക്കേണ്ട. ഒരുപാട് ആസ്പിരൻസ് എഴുതാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് ഇനി ഇത് കണ്ടക്ട് ചെയ്യുമോ, ഓക്കെ എന്നൊക്കെയുള്ള കാര്യം. സോ ഡിപ്പെൻഡിങ് ഓൺ ദ റിക്വസ്റ്റ് നമ്മൾ ഒന്നുകൂടെ ഈ മെഗാ ഫ്രീ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. സോ യെസ്, ഇറ്റ്സ് എ ഹാപ്പി ന്യൂസ് അല്ലേ. അപ്പോൾ എനിക്കറിയാം ഒരുപാട് ആസ്പിരൻസ് ഇപ്പോൾ പഠിക്കുന്നുണ്ടാവും. നോട്ട് ഓൺലി ഫോർ IBPS RRB എക്സാമിനേഷൻ ആണ് നമ്മുടെ IBPS കലണ്ടറിൽ ആദ്യം നിങ്ങളുടെ മുൻപിലേക്ക് വരാൻ പോകുന്നത്. ലൈക്ക് ഗ്രാമീൺ ബാങ്കിൻ്റെ എക്സാമിനേഷൻസ് തന്നെയാണ്. അത് കഴിഞ്ഞ് IBPS PO ഉണ്ടാവും, IBPS ക്ലർക്ക് ഉണ്ട്, SBI എക്സാമിനേഷൻസ് ഉണ്ട്, അതോടൊപ്പം തന്നെ RBI എക്സാം ഉണ്ട്, ആൻഡ് ഒരുപാട് ഇൻഷുറൻസ് എക്സാമിനേഷൻസ് ഉണ്ട്, ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിനേഷൻസ്. ആൻഡ് ബാങ്ക് എക്സാംസ് തന്നെ പല രീതിയിൽ SBI ഉണ്ട്. ആൻഡ് ഇൻഡിവിജ്വൽ ബാങ്ക്സ് എക്സാംസ് നടത്തും, ലൈക്ക് കാനറ ബാങ്ക്, IDBI ബാങ്ക് ഒക്കെ നടത്താറുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരേ സിലബസ് ആണ്, ഏകദേശം ഒരേ എക്സാം പാറ്റേൺ ആണ്, പ്രിപ്പയർ ചെയ്യേണ്ട രീതി ഒന്ന് തന്നെയാണ്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ബാങ്ക് എക്സാമിനേഷൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും നിങ്ങളുടെ മുൻപിലേക്ക് വരാനിരിക്കുന്ന അവസരങ്ങൾ ഇനി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. SBI ക്ലർക്ക്, IBPS PO, IBPS ക്ലർക്ക് ഇൻഷുറൻസ് എക്സാമിനേഷൻസ്, SBI PO, RBI, IBPS RRB ക്ലർക്ക്, IBPS RRB PO.
ക്ലർക്ക് എന്ന് പറയുന്നത് ക്ലറിക്കൽ കാഡറിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. PO എന്ന് പറയുമ്പോൾ പ്രൊബേഷണറി ഓഫീസറാണ്. ഇതിൽ SBI ബാങ്ക് നിങ്ങൾക്ക് അറിയാം. IBPS എന്ന് പറയുമ്പോൾ 11 നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക് നടക്കുന്ന എക്സാമാണ്. ആ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ അല്ലെങ്കിൽ IBPS എന്ന് പറയുന്ന ബോഡി ആയിരിക്കും. ഓക്കെ, RBI റിസർവ് ബാങ്കിൻ്റെ എക്സാം സെപ്പറേറ്റ് ആണ്. ആൻഡ് ഇൻഷുറൻസ് എക്സാമിനേഷൻസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നടക്കുന്ന എക്സാമിനേഷൻസ് തന്നെയാണ്. ഓക്കെ, സോ നമ്മൾ ഇനി കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഒന്നുകൂടെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഒന്നുകൂടെ റിക്വസ്റ്റിൻ്റെ പുറത്ത് ഒന്നുകൂടെ ഒരു മെഗാ ഫ്രീ ടെസ്റ്റ് നടത്തുന്നുണ്ട്. ആൻഡ് ഇനി എല്ലാ മാസവും ഇത് നടത്താനുള്ളൊരു പ്ലാൻ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. സോ ഈ മാസം ഏപ്രിൽ 17-ാം തീയതിയാണ് അടുത്ത ബാങ്കിൻ്റെ IBPS RRB എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് നമ്മുടെ ഇപ്പോൾ ഉള്ള പാറ്റേൺ എന്താണോ, ഹൈലി അപ്ഡേറ്റഡ് പാറ്റേൺ എന്താണോ, ആ പാറ്റേണിൽ തന്നെയായിരിക്കും പരീക്ഷ നടക്കുന്നത്. പ്രിലിംസ് എക്സാമിനേഷൻ പാറ്റേണിലായിരിക്കും. ലൈക്ക് നിങ്ങൾക്കറിയാം, എക്സാം പാറ്റേൺ അറിയില്ലെങ്കിൽ ഞാനൊന്ന് പറയാം. നമുക്ക് 45 മിനിറ്റ് നേരത്തേക്കായിരിക്കും പരീക്ഷ നടക്കുക. ഓൺലൈനായിട്ട് തന്നെയായിരിക്കും നടക്കുന്നുണ്ടാവുക. റീസണിങ് ഉണ്ടാവും, മാത്സ് ഉണ്ടാവും. റീസണിങ്ങിൽ നിന്ന് 40 ചോദ്യങ്ങൾ 40 മാർക്ക്, മാത്സിൽ നിന്നും 40 ചോദ്യങ്ങൾ 40 മാർക്ക്. അങ്ങനെ ആകെ മൊത്തം 80 ചോദ്യങ്ങൾ 80 മാർക്കിനായിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളൊരു പരീക്ഷയാണ്. 0.25 ആണ് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളത്. ഇനി എങ്ങനെ ഈ സ്കോളർഷിപ്പ് ടെസ്റ്റ് എഴുതാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യാം എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. അതൊന്നുമില്ല, സിമ്പിൾ പ്രൊസീജിയറാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ജസ്റ്റ് ആ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. നിങ്ങളുടെ വാട്സപ്പ് നമ്പറും മൊബൈൽ നമ്പറും കറക്റ്റായിട്ട് കൊടുക്കുക. പരീക്ഷ നടക്കുന്ന അന്ന്, അതായത് ഏപ്രിൽ 17-ാം തീയതി വൈകിട്ട് 3 മണിക്ക് നിങ്ങൾ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് നമ്മളുടെ എക്സാമിനേഷൻ്റെ ലിങ്ക്, ഈ മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്ക് വരുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എക്സാമിനേഷനിലേക്കായിരിക്കും കയറുന്നത്. ഓൺലൈൻ എക്സാം ആണ്. ഫോൺ ഉപയോഗിച്ചോ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ എക്സാം എഴുതാം. ആ എക്സാം കൃത്യസമയത്തിനുള്ളിൽ നല്ലോണം പഠിച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതാൻ നോക്കുക. ഓക്കെ, വിന്നേഴ്സായിട്ട് വരുന്ന ടോപ്പ് 3 അല്ലെങ്കിൽ ടോപ്പ് 5-ന് നമ്മൾ നമ്മുടെ നോർമൽ കോഴ്സസ് ഫ്രീ ആയിട്ട് അൺലോക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. സോ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, ഒരിക്കലും മിസ്സാക്കരുത്. ഇനി ഒരുപാട് കാൻഡിഡേറ്റ്സ്, എസ്പെഷ്യലി ഇപ്പം ഡിഗ്രി ഒക്കെ പഠിച്ച് നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കും. അവർക്കൊരു ഡൗട്ട് ഉണ്ടാവും, അയ്യോ ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ലല്ലോ, പിന്നെ ഈ എക്സാം എഴുതേണ്ട കാര്യമുണ്ടോ, ഒന്നും പഠിക്കാതെ എഴുതേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ. ഒരുപാട് കാൻഡിഡേറ്റ്സ് എഴുതാൻ പോകുന്നൊരു എക്സാം ആയിരിക്കും ഇത്. അപ്പോൾ ആ പരീക്ഷ നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എവിടെ നിൽക്കുന്നു, നോ വേർ യു സ്റ്റാൻഡ്, എവിടെ നിൽക്കുന്നു നിങ്ങളുടെ പ്രിപ്പറേഷനിൽ. അല്ലെങ്കിൽ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ ഒരു മോക്ക് എക്സാമിനേഷൻ എഴുതുന്നത് വളരെ നല്ലതായിരിക്കും. അതിലൂടെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്, ഈവൻ മാത്സ് ആണെങ്കിൽ മാത്സിൻ്റെ അകത്ത് തന്നെ എന്തൊക്കെയുണ്ട്, സിംപ്ലിഫിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ ആ ഒരു മോക്ക് എക്സാമിനേഷൻ എഴുതിയാലേ മനസ്സിലാക്കാൻ സാധിക്കും. പഠിക്കേണ്ട ടോപ്പിക്കുകളെല്ലാം തന്നെ അതിലുണ്ടാവും. ഓക്കെ, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ള, ചെറിയ രീതിയിലെങ്കിലും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത കാൻഡിഡേറ്റ്സിനാണെങ്കിൽ കൂടിയും അവരുടെ വീക്ക് ഏരിയാസും സ്ട്രോങ് ഏരിയാസും പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. വീക്ക് ഏരിയാസ് അനലൈസ് ചെയ്യുന്നത് വഴി അതിൻ്റെ പ്രോപ്പർ അനാലിസിസിനൊടുവിൽ നിങ്ങളുടെ ആ വീക്ക് ഏരിയാസ് നിങ്ങൾക്ക് ഇംപ്രൊവൈസ് ചെയ്ത് അതിന് സ്ട്രോങ് ഏരിയാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് എന്നുള്ളത്. ഓക്കെ, സോ നെവർ മിസ് ദാറ്റ്. ആൻഡ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ടോപ്പറുമായിട്ടുള്ള ഒരു കമ്പാരിസണും കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം എത്രത്തോളം പഠിച്ചാൽ ഇനി മുൻപിലേക്ക് വരാൻ സാധിക്കുമെന്നുള്ളത്. ആൻഡ് ഒരു റിയൽ ടൈം എക്സാം ഇൻ്റർഫേസും അവിടെ ഉണ്ടാവും. ഓക്കെ, കറക്റ്റ് ആ ഒരു എക്സാം പാറ്റേണിലും ഓൺലൈൻ ഇൻ്റർഫേസിലുമായിരിക്കും എക്സാം നടക്കുന്നത്. ആൻഡ് നമ്മുടെ IBPSൻ്റെ ബാച്ചസ് എല്ലാം തന്നെ എൻട്രിയിൽ സ്റ്റാർട്ടായി കഴിഞ്ഞു. ആൻഡ് നിങ്ങൾ അറിഞ്ഞു കാണും, നമ്മളുടെ 3-in-1 ഒരു ബാച്ച് ഉണ്ട് നമുക്ക്. അതായത് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആയിട്ടുള്ള ബാങ്ക്, റെയിൽവേസ് ആൻഡ് SSCക്ക് ഇനി മുതൽ നിങ്ങൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാം. 40-ലധികം പോസ്റ്റുകളിലേക്ക് 20-ലധികം എക്സാമിനേഷൻസിനായിട്ട് ഒറ്റ കോഴ്സിലൂടെ തയ്യാറെടുക്കാൻ സാധിക്കും. അത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സ്പെഷ്യൽ എക്സാം ബാച്ചാണ്. ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ബാച്ചും, അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ബാച്ചസ് എല്ലാം റണ്ണിങ് ആണ്. ഏതെങ്കിലും പെർട്ടിക്കുലർ എക്സാം, ഇപ്പം SBI എക്സാംസിനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ SBIയുടേതായിട്ടുള്ള ബാച്ച് ഉണ്ട്. IBPS എക്സാമിനാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ IBPSൻ്റെ ആയിട്ടുള്ള ബാച്ച് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ബാങ്ക് എക്സാംസ് മാത്രം പഠിച്ചാൽ മതിയെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബാച്ച് ഉണ്ട്. ബാങ്ക് ആൻഡ് ഇൻഷുറൻസിൻ്റെ അങ്ങനെയുള്ള ബാച്ചസ് എല്ലാം തന്നെ നമുക്ക് റണ്ണിങ് ആണ്. നമ്മുടെ ഏറ്റവും പ്രീമിയം ഫാക്കൽറ്റീസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പം ഡിസ്കൗണ്ട് പ്രൈസസിലൊക്കെ തന്നെ എൻട്രിയിൽ ഓഫേഴ്സൊക്കെ റണ്ണിങ് ആണ്. സോ ഡിസ്കൗണ്ട് പ്രൈസിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതിയാവും. സോ നെവർ മിസ്സസ് ഓപ്പർച്യൂണിറ്റി. ഈ ഒരു നമ്മുടെ സ്കോളർഷിപ്പ് ടെസ്റ്റിനെ കുറിച്ചും കൂടുതൽ അറിയുവാനായിട്ട് യു ക്യാൻ കണക്ട് അറ്റ് ദിസ് നമ്പർ. ആൻഡ് ഇറ്റ്സ് മീ അമിഷ സൈനിങ് ഓഫ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.